നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. 2022 ഖറ്റാർ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് അതിൻ്റെ ഓരോ ദിവസവും ഞാൻ അതുമായി ബന്ധപ്പെട്ട വീഡിയോയും മാച്ചിൽ എനിക്കറിയാവുന്ന രീതിയിലുള്ള ഫുട്ബോളൊക്കെ ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഫുട്ബോൾ എക്സ്പേർട്ട് ഒന്നുമില്ല, പക്ഷേ ഫുട്ബോൾ വേൾഡ് കപ്പ് മാച്ചുകൾ പോയി കണ്ടിട്ടുണ്ട്, അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 3 വേൾഡ് കപ്പ്. ഞാനിന്ന് കൃത്യമായിട്ട് പറഞ്ഞു, ഈ ഖത്തറിൽ നടക്കുന്ന വേൾഡ് കപ്പ് ഏറ്റവും വലിയൊരു ഫ്ലോപ്പ് വേൾഡ് കപ്പാണെന്ന്. അപ്പോൾ ഇത് പറയാൻ കാരണം ലോകത്തുള്ള പല ചാനലുകളും എക്സ്പേർട്ടുകളും പലയിടത്തും അതിൻ്റെ കമൻട്രി ആയിട്ട് തന്നെ പറയുന്നുണ്ട്, ഇത് വേൾഡ് കപ്പുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിൽ ഒരു ഇസ്ലാമിക രീതിയിൽ നടത്തിയ വേൾഡ് കപ്പാണ്. അന്ന് ഖത്തറിൻ്റെ വളരെ സീനിയറായിട്ടുള്ള ഖത്തറുമായി ബന്ധപ്പെട്ട പല ആൾക്കാരും പറഞ്ഞു, ഇങ്ങനൊരു വേൾഡ് കപ്പ് നടത്തിയിട്ട് ഖത്തറിന് ഇത്രമാത്രം ജനങ്ങളെ, അതായത് ഗ്ലോബലായിട്ടുള്ള ജനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇത് നടത്തി ഇത്രയും നെഗറ്റീവ് റിമാർക്സ് ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു. അതേപോലെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, വേൾഡ് കപ്പിനകത്ത്, അതായത് ഫൈനലിൽ പോലും സെമി ഫൈനൽ ആളുകളില്ലായിരുന്നു. ഉറപ്പായിട്ട് ഇതിനെതിരെ ഭയങ്കര ക്യാമ്പയിൻ നടന്നു. LGBT, ട്രാൻസ്ജെൻഡർ, അങ്ങനെ പല സംഭവങ്ങളും. മാച്ച് നടക്കുമ്പോൾ പോലും ജർമ്മനി, അതേപോലെ തന്നെ ഇറാൻ, ബ്രിട്ടീഷ്, ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം തന്നെ ശക്തമായ പ്രതിഷേധം ഗ്രൗണ്ടിൽ അത് കുത്തിയിട്ടാണ് മത്സരത്തിന് പങ്കെടുത്ത് അവിടെ ഹോട്ടലുകളിൽ. കാരണം ഖത്തറിലുള്ള ഈ കാട്ടറബികൾക്ക് ലോകം എങ്ങനെയാണെന്ന് അറിയത്തില്ല. വേൾഡ് കപ്പൊക്കെ ബേസിക്കലി ഇവർ ഈ ടി വിയിലാണ് കാണുന്നത്, അല്ലെങ്കിൽ പോയെന്ത് കാണും. പക്ഷെ വേൾഡ് കപ്പ് ഒരു ഉത്സവമാണ് ബേസിക്കലി. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനന്ന് റിപ്പോർട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കുക, എനിക്ക് അതിൻ്റെ ടിക്കറ്റും പാസും ഒക്കെ ഫിഫ എനിക്ക് അയച്ചു തന്ന്. ഞാൻ ഇപ്രാവശ്യം എനിക്കറിയാമായിരുന്നു ഈ സംഭവം കുറവാകും. ഞാനത് ബേസിക്കലി ഇപ്രാവശ്യം വേൾഡ് കപ്പിൽ ഞാൻ പോയില്ല. അതെൻ്റെ ഡിസിഷനായിരുന്നു. പോകാൻ താല്പര്യമുണ്ട്, പക്ഷേ എനിക്ക് പിടികിട്ടി ഇവർ ആ ട്രാക്കിലല്ല പോകുന്നത്. ഇവർ കംപ്ലീറ്റ് ആയിട്ട് ഇസ്ലാമിക രീതിയിലുള്ള വേൾഡ് കപ്പാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. ഒരു ഫ്രീഡവും കൊടുത്തില്ല. അതായത് കാണികൾക്ക് വരുന്നവർക്കും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇത്ര മണിക്കൂർ മുമ്പിൽ സെക്യൂരിറ്റി ആസ്പെക്ട്സോ അതിൻ്റെ ഇതിനകത്ത് സ്റ്റേഡിയത്തിൽ കയറണം. അതിനകത്ത് കയറുമ്പോൾ അവിടെ ഈ പറയുന്ന ആൾക്കാർ അവിടെ ബിയറും ഇതൊക്കെ ഉള്ളതാണ്. അതിന് വേണ്ടി പ്രത്യേക വേറെ സ്ഥലം ഉണ്ടാക്കി. അതൊക്കെ സത്യം പറഞ്ഞാൽ ഈ മോഡേൺ യുഗത്തിൽ കേൾക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഖത്തറിൽ സംഘടിപ്പിച്ചത്. അവരുടെ ഇഷ്ടം പോലെ പണമുണ്ട്. ഓരോ സ്പോൺസറും അവർക്ക് പണം കൊടുത്ത് അത് വേണ്ട, അവർക്ക് പണം കൊടുത്ത് ഇത് വേണ്ട. അന്നേ ഞാൻ പറഞ്ഞു, ഇത് ഭയങ്കര ഫ്ലോപ്പ് ഗെയിമാണ്. ഇനി അതോടുകൂടി ചിലപ്പോൾ ഖത്തറിൽ അവർ പറഞ്ഞു, ഞങ്ങളിപ്പോൾ ഒളിമ്പിക്സിനെ ബിഡ് ചെയ്യാൻ പോവുക. ഞാൻ പറഞ്ഞു, ലോകത്തിലൊരു പുല്ലും അവിടെ ഇനി വരാൻ പോകുന്നില്ല. കാരണം ഇത് എക്സ്പീരിയൻസ് ഉള്ളവരും ഇതിനെപ്പറ്റി ഷാർപ്പായിട്ട് ക്രിട്ടിസൈസ് ചെയ്തവരും അതോടുകൂടിയാണ് ഫിഫയുടെ ഈ ഫൗണ്ടേഷൻ പോലും ഇളകുന്ന രീതിയിലായി മാറി. ഇനി എന്താണ് ഉണ്ടായത്? ഖത്തറിൻ്റെ പ്രധാനമന്ത്രി അബ്ദുൾ റഹ്മാൻ അൽ താനി കഴിഞ്ഞ ദിവസം ഒരു അമേരിക്കൻ ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു. നേരത്തെ അദ്ദേഹം ഫോക്സ് ന്യൂസിൻ്റെ ന്യൂസ് ആങ്കർ ആയിരുന്നു, കാൾസൺ ടക്കർ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഫുൾ ലെങ്ത് ഇൻ്റർവ്യൂ കൊടുത്ത് ഏകദേശം 1.5 മണിക്കൂർ. ഈ അൽത്താനി നേരത്തെ അദ്ദേഹം ഫോറിൻ അഫേഴ്സും പ്രൈം മിനിസ്റ്ററും കൂടാണ്. ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അറബിയാണ്. അയാൾ കൃത്യമായിട്ട് പറഞ്ഞു തെറ്റുകൾ പറ്റി, അത് ശരിക്കും തെറ്റുകൾ പറ്റി. കാരണം ഇസ്ലാമിക ലോകത്തെ പറ്റി വെസ്റ്റേൺ കൺട്രീസും ലോകവും പഠിച്ചിട്ടില്ല എന്താണ് ഈ സംഭവം. ഞങ്ങളുടെ കൾച്ചറിലോട്ട് മറ്റുള്ള കൾച്ചർ കയറി വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതിനകത്ത് പ്രശ്നങ്ങളുണ്ടായി, ഞങ്ങൾക്ക് പലതും പഠിക്കാൻ പറ്റിയില്ല. ഇത് എന്നല്ലേ പുള്ളി ഞാൻ പറഞ്ഞത്. വേൾഡ് കപ്പ് ഇങ്ങനെയല്ല നടത്തുന്നത്. ഇപ്പം എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച കോളേജിൽ പഠിച്ച് പല സുഹൃത്തുക്കളും ദോഹയെന്ന് വിളിച്ചു, അല്ലാടാ നീ പറ ശരിയല്ല, ഇത് വലിയ ഭയങ്കരമായ സംഭവം. ഈ കുഴപ്പം വല്ല ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ വേൾഡ് കപ്പ് നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഈ ടി വിയിലല്ലേ കണ്ടിട്ടുള്ളൂ. ഇത് വേൾഡ് കപ്പ് എന്തുവാന്നോ അവിടെ പോയി
ഈ വേൾഡ് കപ്പ് നടക്കുന്ന എല്ലാ ദിവസവും പല സ്റ്റേഡിയത്തിൽ പോയി 3 വേൾഡ് കപ്പിൽ പോകാന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അപ്പം ഇതെങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നത്? അപ്പോൾ അവിടുത്തെ ഒരു ഉത്സവമാണ്. കാരണം ലോകത്തുള്ള പല ആൾക്കാരും വരുന്നു. ഇതെങ്ങനെയാണെന്ന് ഒരു കാര്യം പറ, ശ്രദ്ധിച്ച് കേൾക്കുക. വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചില കോർപ്പറേറ്റുകളുണ്ട്, ഹ്യൂജ് ബിഗ് കോർപ്പറേറ്റ്. അവർ ഫ്ലൈറ്റ് അങ്ങ് ചാർട്ട് ചെയ്യും ആ സമയത്ത്. കാരണം അവരുടെ 2 വർഷത്തെ ലീവ് ആ സമയത്ത് തന്നെ എടുക്കും. കാരണം ഫുട്ബോളാണ്, മാമാങ്കം നടക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ സീനിയറായിട്ടുള്ള വലിയ വലിയ ആൾക്കാർ, കാരണം മേജറായിട്ടുള്ള ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യുന്നു അവർ. അതേപോലെ ക്രൂസ് ഷിപ്പ് ആ സമയത്ത് അവർ ഓടി നിന്നത്. കാരണം കംപ്ലീറ്റ് ആയിട്ട് വേൾഡ് കപ്പ് അങ്ങ് എൻജോയ് ചെയ്യുക. നിങ്ങൾക്ക് അതേപോലെ ഒറ്റ ഇവൻ്റ് ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് ഈ ഖത്തറിൽ വന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതാണ് അവൻ്റെ ഫ്ലോപ്പ് എന്ന് പറയുന്നത്. അതുമല്ല, അതിനകത്ത് സ്റ്റേഡിയത്തിന് പുറത്ത് മത്സരം നടക്കുന്ന സ്റ്റേഡിയത്തിൽ അതിന് പുറത്തങ്ങ് ഭയങ്കര സംഭവമാണ്. ജനങ്ങളങ്ങ് ഇളകി മറിയുകയാണ് ആഹ്ലാദം കൊണ്ട് ടീമുകൾക്ക് വേണ്ടി. ഇത് ഈ കാട്ടറിവ് പിടിച്ച് ഈ മതവുമായിട്ട് ബന്ധപ്പെട്ടത് അഡാപ്റ്റ് ചെയ്യാൻ ഇവർ ശ്രമം നടത്തുമ്പോൾ അതിനൊരു ഫ്രീഡം ഇല്ലാതായി. സ്ത്രീകളും അങ്ങനെ, കാരണം സ്ത്രീകൾ ഉൾപ്പെടെയാണ് ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നത്. കാരണം നേരിട്ട് ഞാൻ കണ്ടത് ഇത് റഷ്യയിൽ നടന്ന കണ്ടത്, ബ്രസീലിൽ നടന്ന് ഞാൻ കണ്ടത്, ജർമ്മനി നടന്ന് ഞാൻ കണ്ടത്. അപ്പം അതിനെപ്പറ്റി അന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ പല ആൾക്കാരും തെറി വിളിച്ചു, ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ട്. ആ കുണാപ്പന്മാരുണ്ട്, എൻ്റെ കൂടെ പഠിച്ചവന്മാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അവനൊന്നും ജീവിതത്തിൽ വേൾഡ് കപ്പ് വേറൊന്നും കണ്ടിട്ടില്ല നേരിട്ട്. ഈ ടി വിയിലേ കണ്ടിട്ടുള്ളൂ. ടി വി കാണുന്ന ഗെയിം മാത്രമേ ഉള്ളൂ. വേൾഡ് കപ്പ് സ്റ്റേഡിയങ്ങളുടെ പുറത്ത് അതൊരു മാമാങ്കമാണ്. കാരണം അതേപോലെ ഒരു കാർണിവലാണ്. അത് നിങ്ങൾക്ക് അവിടെ ഈ വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ടേ കാണാൻ പറ്റത്തുള്ളൂ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേര് അവരുടെ 2 വർഷം 3 വർഷത്തെ അവർ ഈ പണം ഉണ്ടാക്കി അതും എടുത്തുകൊണ്ട് ചെലവാക്കാൻ വേണ്ടി വരികയാണ്. അപ്പം അതിനകത്ത് ഇസ്ലാമിക ഡ്രസ് കോഡ്, കോപ്പ്, അത് വേണം ഇത് വേണം. അതിനകത്തൂടെ കുറച്ച് ആൾക്കാർ ഇസ്ലാമിനെ പഠിപ്പിക്കാൻ പോകുന്നു, ഫക്കീർ നായക് ഇസ്ലാമിനെ പഠിപ്പിക്കാൻ പോകുന്നു. സോ നോൺസെൻസ്. അങ്ങനല്ല വേൾഡ് കപ്പ്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ പല മലയാളികളും, കുറച്ച് കുണാപ്പന്മാർ, കുരങ്ങന്മാർ ഇപ്പം എന്താ അതിൻ്റെ പ്രധാനമന്ത്രി അഡ്മിറ്റ് ചെയ്യുകയാണ്. കാരണം ഇസ്ലാമിക ലോകത്തെപ്പറ്റി ലോകത്തിന് അറിയത്തില്ല. ഞങ്ങൾക്ക് പല റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷെ ആ വാല്യൂ എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് പെട്ടെന്ന് പൊട്ടിക്കാൻ സാധിക്കത്തില്ല. അതാണ് പ്രശ്നമുണ്ടായത്. പിന്നീട് ആ ഇൻ്റർവ്യൂവിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ താഴെ കൊടുത്തേക്കാം. അത് ഇറാനുമായിട്ട് ഇഷ്യൂ ബന്ധപ്പെട്ട് പറയുന്നു. അതായത് ഇറാൻ ഒരിക്കലും ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കില്ല. കാരണം ഇറാനുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാണ്. ബേസിക്കലി ഈ പ്രധാനമന്ത്രിയുടെ ഇൻ്റർവ്യൂ എന്ന് പറയുന്ന ഈ കാൾസൺ ടക്കറെ അയാളെ ശരിക്കും റോസ്റ്റ് ചെയ്തേക്കുകയാണ്. കാരണം ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല ഏതെങ്കിലും അറബ് ലീഡേഴ്സിനോട് ഏതെങ്കിലും ജേർണലിസ്റ്റ് ഇതേപോലെ ടു ദ ഫേസ് ഓരോ ചോദ്യങ്ങൾ ഇയാൾ പെട്ടുപോയി. ഹമാസുമായിട്ടുള്ള ചോദ്യം ഇയാൾ പെട്ടുപോയ ചോദ്യമാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ടെററിസത്തിനെ ഫണ്ട് ചെയ്യുന്നത്? പെട്ടുപോയ ചോദ്യം. പലതിന് ഇയാൾ ആൻസർ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം നിങ്ങളതും കൂടെ കാണുക. ഈ ഖത്തർ ആരാധകന്മാർ സൂടാപ്പികളും കാണുക. എന്തുകൊണ്ടാണ് ഈ അൽത്താനി ഇങ്ങനൊരു ഇൻ്റർവ്യൂ കൊടുക്കാൻ കാരണം? ചോദ്യം, കാരണം അമേരിക്കയെ പേടി. കാരണം അവർ തെറ്റ് സമ്മതിക്കുകയാണ്, സറണ്ടർ ചെയ്യുകയാണ്. ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി. ഏത് ഹമാസ് ഇഷ്യൂവിലാണെങ്കിലും ഇറാൻ ഇഷ്യൂവിലാണെങ്കിലും മറ്റുള്ള ടെറർ ഓർഗനൈസേഷനെ ഫണ്ട് ചെയ്ത ഇഷ്യൂവിലാണെങ്കിലും ഈ പറയുന്ന കാൾസൺ ടക്കറെ അവിടെ വിളിച്ചു വരുത്തി ഈ ഇൻ്റർവ്യൂ എടുത്തപ്പോൾ അയാൾ തന്നെ, എനിക്ക് തോന്നുന്നു ടക്കർ ഉഗ്രൻ ക്വസ്റ്റ്യൻസ് ആണ് ഫ്രെയിം ചെയ്തത്. ഈ ജേർണലിസമൊക്കെ പഠിക്കാൻ പോകുന്ന പിള്ളേരും ജേർണലിസ്റ്റ് ആയിട്ടുള്ളവരൊക്കെ ആ ഇൻ്റർവ്യൂ കണ്ടാൽ മനസ്സിലാക്കും എങ്ങനെയാണ് ജേർണലിസ്റ്റിക്കൽ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്നത്. ഒറ്റ സുഖിപ്പിയ ക്വസ്റ്റ്യൻ ഇല്ല. ടു ബി പ്രിസൈസ് ആൻഡ് ഷാർപ്പ് ടു ദ ഫേസ്. ഈ പറയുന്ന അൽത്താനി വളരെ മെച്യൂറായിട്ട് സഹിച്ചോണ്ട് എല്ലാം അമർത്തി പിടിച്ചോണ്ടാണ് ആൻസർ കൊടുക്കുന്നത്. എന്നിട്ട് അയാൾ തന്നെ പറയുന്നത് സറണ്ടർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഞങ്ങളൊരു ചെറിയ രാജ്യമാണ്, ഞങ്ങൾക്ക് പലതും പഠിക്കാനുണ്ട്, അതിന് സമയമെടുക്കും, അത് ആ സമയം ലോകം ഞങ്ങൾക്ക് തരണം. ഇൻ്റർവ്യൂവിൻ്റെ കൺക്ലൂഷൻ പാർട്ടാണ്.
ഇത് കാണുമ്പോഴാണ് ഈ സുഡാപ്പികൾക്കും ഖത്തർ ഫ്രാൻസിനും മനസ്സിലാകുന്നത് എന്താണ് ആ രാജ്യത്തിന് പറ്റിയത്. ഇതിനെപ്പറ്റി കൃത്യമായിട്ട് ഓരോന്നായിട്ട് ഞാൻ പറയുന്നു. നിങ്ങളത് അഡ്മിറ്റ് ചെയ്ത വേൾഡ് കപ്പ് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രധാനമന്ത്രി പറയുന്നു ഞങ്ങൾക്ക് തെറ്റുപറ്റി, പലതും ഞങ്ങൾക്ക് പഠിക്കാൻ അവസരം കിട്ടിയില്ല, ഇത് ഞങ്ങളുടെ ധാരണ ഇതൊക്കെ ഞങ്ങൾക്ക് നടത്താൻ പറ്റുമെന്നായിരുന്നു. പക്ഷെ പല ഇഷ്യൂസുണ്ട്, NGOs ഞങ്ങളെ വല്ലാതെ കയറി ആക്രമിച്ചു. അതിൻ്റെ പേരിൽ ഖത്തറിൻ്റെ ഇമേജ് ഗ്ലോബലായിട്ട് ശരിക്കും ബെൻഡ് ചെയ്തു. സ്വന്തമായിട്ട് അഡ്മിറ്റ് ചെയ്യുന്നു. ഇതല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇപ്പം അതിൻ്റെ പ്രധാനമന്ത്രി അഡ്മിറ്റ് ചെയ്യുമ്പം ഈ സുഡാപ്പികൾക്കാണ് ഈ പ്രശ്നം വരുന്നത്. ബേസിക്കലി പല മലയാളികളും സുഡാപ്പികളല്ലാത്തവരും നിങ്ങൾ ഈ ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തെ ഈ പറയുന്ന ലോകകപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അറിവ് വളരെ കുറവാണ്. കാരണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ലോകകപ്പ് നേരിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാതെ എന്താണ് ഇഷ്യൂ എന്ന്. നിങ്ങൾ റഷ്യൻ ലോകകപ്പിനും അതേപോലെ ജർമ്മൻ, ബ്രസീൽ ലോകകപ്പൊക്കെ പോവുകയാണെങ്കിൽ നമുക്കവിടെ ചെല്ലുമ്പോൾ ആ എയർപോർട്ടിൽ ഇറങ്ങുമ്പം മുതൽ നമുക്ക് ഫീൽ ചെയ്യും എന്തോ സംഭവം നടക്കാൻ പോവുകയാണ്. അത് ഇപ്രാവശ്യം ഇവിടെ എന്തുമായിരുന്നു, ശോകമൂകമായിട്ട് ഇസ്ലാമിക ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇതുമെല്ലാം കൂടെ കൊണ്ടുവന്ന് ലോകകപ്പിൻ്റെ അത് എങ്ങനെ ക്ലബ് ചെയ്ത് ശരിയാവുന്നു? ഇത് കംപ്ലീറ്റ് ഫെയിലിയറായിപ്പോയി. ഇത് അന്ന് ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പം നിങ്ങൾ എന്നെ എതിർത്തു. എന്നാൽ യഥാർത്ഥം സ്വന്തം പ്രധാനമന്ത്രി പറയുന്ന ഫ്ലോപ്പായിപ്പോയി. ഇതല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അന്ന് എന്നെ തെറി വിളിച്ചവർ ഇന്നെങ്കിലും ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുക, എന്താണ് തെറ്റ് പറ്റിയത്. ആ പ്രധാനമന്ത്രി തെറ്റ് തിരുത്താൻ തയ്യാറാണ്. കാരണം പറഞ്ഞു ഞങ്ങൾക്ക് പഠിക്കാൻ സമയം വേണം, ഇതിനകത്ത് ഞങ്ങളുടെ ന്യൂനതകളുണ്ട്, അത് പരിഹരിക്കപ്പെടണം, അല്ലെങ്കിൽ ലോകം പോലും ഞങ്ങളെ അംഗീകരിക്കത്തില്ല. പിന്നെന്താ അടുത്ത പോയിന്റ്, ഇസ്ലാമിക ലോകത്തെപ്പറ്റി ലോകം പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം വളരെ വളരെ പുറകിലാണ് ഞങ്ങൾ. ഇതല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതല്ലേ പുള്ളി അഡ്മിറ്റ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ. 2022 ഖത്തർ ലോകകപ്പ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഫ്ലോപ്പായിരുന്നു. അതിനകത്ത് ജനങ്ങളില്ലായിരുന്നു. അവിടെയുള്ള അവിടെയുള്ള ആൾക്കാർ വന്നിട്ട് ഒരല്പം പെണ്ണ് തുണി ഉടുക്കാതെ പോയി കഴിഞ്ഞു. കാരണം വെസ്റ്റേൺ കൾച്ചർ അതിനെ നോക്കിക്കൊണ്ടിരിക്കുക. അവൻ്റെ ജീവിതത്തിൽ ആദ്യം നേരിട്ട് കാണുക സംഭവം. ഇതാണ് ഫ്ലോപ്പ് ഗെയിം എന്ന് പറഞ്ഞേ. ഇത് തന്നെ പറഞ്ഞുള്ളൂ. അത് തന്നെ പുള്ളി അഡ്മിറ്റ് ചെയ്തു. ഇനിയെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ്, ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.